ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഗ്രേവി ടൈപ്പ് ചില്ലി ഗോബിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ഗോബിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, നമ്മുടെ റെസിപ്പീസ് വേൾഡ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഞാനൊരു പാനിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇതിലേക്കാണ് നമ്മൾ കോളിഫ്ലവർ വേവിച്ചെടുക്കാൻ പോകുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ കോളിഫ്ലവർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. തിളച്ച വെള്ളത്തിലേക്ക് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അധികം വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ 2 മിനിറ്റിൽ കൂടുതൽ വേവിക്കാതെ ശ്രദ്ധിക്കണം. ഇതിന് ശേഷം നമുക്കിത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിൽ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ആണ്. അടുത്തതായി ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി നമ്മൾ ചെയ്യുന്നത് പിരിയൻ മുളക് പൊടിയാണ്. ഒരു 2 സ്പൂൺ പിരിയൻ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയുമാണ് നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ്. ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു തിക്ക് പേസ്റ്റാക്കി എടുക്കാം. ഇതിൽ മുക്കിയാണ് നമ്മൾ കോളിഫ്ലവർ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴത്തേക്കും ഈ കോട്ടിംഗ് എല്ലാം കോളിഫ്ലവറിന് മുകളിൽ പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് തിളച്ച എണ്ണയിലിട്ട് ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഒരു പാൻ വെച്ച് ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലാണ് കുറച്ചുകൂടി നല്ലത് കോളിഫ്ലവർ പൊരിക്കാനായിട്ട്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക് ഇത്രയും ചെറുതാക്കി നുറുക്കിയെടുക്കുക. അതിനുശേഷം ചെറുതാക്കി നുറുക്കിയ ഒരു സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ക്യാപ്സിക്കമാണ്. ഒരു പകുതി ക്യാപ്സിക്കം സ്ക്വയർ ആയിട്ട് അരിഞ്ഞെടുക്കുക. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയും സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതേ ലെവലിലേക്കുള്ള വെള്ളം നമുക്ക് ഈ ടൈമിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഗ്രേവി ഒന്ന് കട്ടിയാകാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത്രയുമായി ഗ്രേവി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് നമ്മൾ പൊരിച്ചു കോരി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ടൈമിൽ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ സെലറിയും ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ സെലറിയാണ് ചേർക്കുന്നത്. എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ഏതെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം റെസിപ്പീസ് വേൾഡ്. താങ്ക് യു.